നമസ്കാരം. ഗജകേസരി യോഗത്താൽ പലവിധ സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് തേടിയെത്തുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ച് മനസ്സിലാക്കാം. ഗ്രഹങ്ങളുടെ സംക്രമണ ഫലമായി തന്നെ ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഓരോ ദിവസവും പല വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും എന്നതാണ് വാസ്തവം. ഇതിൽ ശുഭകരവും അശുഭകരവുമായ ഫലങ്ങൾ വന്നു ചേരും. വ്യാഴത്തിന്റെയും ചന്ദ്രന്റെയും സംയോഗത്തിലൂടെ ഗജകേസരി യോഗം രൂപപ്പെട്ടിരിക്കുകയാണ്. ഇടവം രാശിയിലേക്കുള്ള ചന്ദ്രന്റെ രാശിമാറ്റത്തിലൂടെയാണ് ഈ യോഗം രൂപാന്തരപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. വ്യാഴം നേരത്തെ തന്നെ ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്നുമുണ്ട്. അതിനാൽ തന്നെ ഗജകേസരി യോഗത്താൽ പ്രധാനമായും 3 രാശികൾക്കാണ് സൗഭാഗ്യങ്ങൾ വന്നു ചേരുക. ഇത്തരത്തിലുള്ള ഗജകേസരി യോഗം വന്നു ചേരുക. ആ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശി ഇടവം രാശിയാകുന്നു. ഇടവം രാശിക്കാർക്ക് ഗജകേസരി യോഗത്താൽ പല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഗജകേസരി യോഗത്താൽ പല വിധത്തിലുള്ള കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരും. കൂടാതെ ഈ സമയം പ്രധാനമായും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഈ സമയങ്ങളിൽ കൂടുതൽ ബുദ്ധിക്ഷമത ഈ രാശിക്കാർ പ്രകടമാക്കും എന്ന കാര്യവും ഓർക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ മേഖലകളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. ഉദ്യോഗസ്ഥർക്ക് വിചാരിച്ചതുപോലെ തന്നെ സ്ഥാനക്കയറ്റം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ശുഭകരമായ വാർത്തകൾ തേടിയെത്തുന്ന ദിവസങ്ങളാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അവിവാഹിതരായ വ്യക്തികൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ചില കാര്യങ്ങളിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കാതെ ചില തടസ്സങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അത്തരം തടസ്സങ്ങളെ നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോവുക. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ദിവസങ്ങൾ അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതായ ദിവസം തന്നെയാകുന്നു. ഗജകേസരി യോഗത്താൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക. കന്നി രാശിയിൽ ജനിച്ച വ്യക്തികൾക്കും ഈ ദിവസങ്ങൾ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നു എന്ന് തന്നെ പറയാം. കാരണം ഈ രാജയോഗം ഇവരുടെ 9ാം ഭാവത്തിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭാഗ്യത്തിന്റെ അല്ലെങ്കിൽ സൗഭാഗ്യത്തിന്റെ പിന്തുണ പല കാര്യങ്ങളിലും അനുഭവപ്പെടുന്നതായ ദിവസമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. വളരെയധികം അനുകൂലമായ ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നു എന്ന് വരാം. പലവിധ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. വിദേശത്തും സ്വദേശത്തുമായി നിരവധിയാർന്ന യാത്രകൾ, മറ്റു രീതിയിലുള്ള സൗഭാഗ്യകരമായ കാര്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. മംഗളകരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ധനപരമായ ചില പ്രയാസങ്ങളുണ്ട് എങ്കിലും അത്തരത്തിലുള്ള ചില പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം മനസ്സിനെ അലട്ടുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ വരും ദിവസങ്ങളിൽ സാധിച്ചു എന്ന് വരാം. പലവിധ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാൽ പോലും ഈശ്വര കടാക്ഷത്തോടെ, പ്രധാനമായും ഈശ്വര ചൈതന്യം, ഈശ്വര കടാക്ഷം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. അതിനാൽ തന്നെ ഈ സമയം ഇഷ്ടദേവതയെ മനസ്സുരുകി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം. ആരോഗ്യ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം പ്രധാനമായും ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ചിങ്ങം രാശിയിൽ ജനിച്ചവരാണ് എങ്കിൽ തീർച്ചയായും ഈ സമയം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും. ചിങ്ങം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ഗജകേസരി യോഗത്താൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ രാശിയുടെ 10ാമത്തെ ഭാവത്തിലാണ് ഗജകേസരി യോഗം രൂപാന്തരം കൊള്ളുന്നത്. ഇതുമൂലം പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്.
ഗജകേസരി യോഗം ഉള്ളതിനാൽ തന്നെ ഈ സമയങ്ങളിൽ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. എന്നാൽ ഈ പരാമർശിക്കുന്നത് പൊതുഫലപ്രകാരമാണ്. ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. ജോലി സ്ഥലത്തും ബിസിനസ്സിലുമെല്ലാം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുവാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേർന്നു എന്ന് വരാം. വാഹനമോ വീടോ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നത് ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ വരുന്നതിന് സഹായകരമായി തീരും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുകൂലമായ അന്തരീക്ഷങ്ങൾ വന്നു ചേരുവാൻ സഹായകരമായി തീരും. തൊഴിൽ രഹിതരായുള്ള വ്യക്തികൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ, അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. വ്യവസായികൾക്ക് ലാഭം കൈവരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. എന്നാൽ രോഗദുരിതങ്ങൾ, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക. ചില നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. അതിനാൽ തന്നെ ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ പലവിധ തടസ്സങ്ങളും ദുരിതങ്ങളും ഒഴിവാക്കുവാനും ഈ ഫലങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ സഹായകരമായി തീരും. എന്നാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ ചില പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായ പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. അത്തരം കാര്യങ്ങൾക്ക് അനുകൂലമാണ് ഈ സമയം. അതിനാൽ തന്നെ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. എന്നാൽ ഈ സമയം ചില വ്യക്തികളെ അമിതമായി വിശ്വസിക്കുന്നത് മൂലം ചില രീതിയിലുള്ള പ്രശ്നങ്ങൾ, അത് സാമ്പത്തികമായ നഷ്ടങ്ങളോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാം. മാനഹാനി സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ രോഗദുരിതങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ചില സാധ്യതകൾ വന്നു ചേരാം, ചില അവസരങ്ങൾ വന്നു ചേരാം. അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം കുടുംബദേവതാ ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. സാധിക്കുന്നവർ ആ ഒരു കാര്യം കൂടി പ്രത്യേകം ചെയ്യുവാൻ ശ്രമിക്കുക.